അസ്സലാമലൈക്കും. ഇന്ന് തിങ്കളാഴ്ച. എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന്. ഞാൻ വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. അപ്പം അതെന്താണെന്ന് നിങ്ങൾ വിചാരിക്കും. ഞാൻ തീർച്ചയായിട്ടും വരും വീഡിയോയിൽ അത് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് സ്വീറ്റ്സ് ഉണ്ടാക്കണമായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് ആലോചിച്ചപ്പം റവ ലഡു ആണെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം ആ റവ ലഡു ആണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് അതുണ്ടാക്കുന്ന രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുവാണ്. ഈ ഉണ്ടാക്കാൻ പോകുന്ന രീതിയിൽ ഏകദേശം ഒരു 10-12 ലഡു വരും. അപ്പം അത് നമ്മൾ അതിൻ്റെ ക്രമമനുസരിച്ച് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 3 മിനിറ്റ് മതിയാകും നമുക്ക് ഈ ക്വാണ്ടിറ്റിയിൽ ലഡു ഉണ്ടാക്കാനായിട്ട്. അപ്പം പെട്ടെന്നൊരു ഗസ്റ്റ് വീട്ടിൽ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് തന്നെയാണ് ഈ റവ ലഡു എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ കണ്ടു നോക്കുക. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാവണം. അപ്പം എങ്ങനെയാണ് ഈ ലഡു ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ റവ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുത്ത റവയാണ് നമ്മൾ ഈ റവ ലഡു ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. 1 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1 കപ്പ് റവ എടുത്തപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇനി അഥവാ നിങ്ങൾക്ക് ഇത് കിട്ടിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ അത് നോക്കി ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് തയ്യാറാക്കിയാൽ മതി. ഫ്രഷ് തേങ്ങ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഫ്രഷ് തേങ്ങ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ ലഡു അധികം വെച്ചിരിക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് തന്നെ അത് കേടായി പോകും. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ തന്നെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു 10-12 ഏലക്കായും എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പഞ്ചസാരയും ഏലക്കായും കൂടി ചേർത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കും. പിന്നെ നമുക്ക് വേണ്ടത് വാം മിൽക്കാണ്, അതായത് ചെറു ചൂട് പാല്. ഇത് പശുവിൻ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് മാക്സിമം ഒരു 3 ടേബിൾ സ്പൂണിനുള്ളിൽ മതിയാവും. 2-2.5 ടേബിൾ സ്പൂൺ മതി നമുക്കിത് കുഴച്ചെടുക്കാൻ. അത് നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് കുറേശ്ശെ ഒഴിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രയാണ് വേണ്ടതെന്നുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് കാഷ്നട്ട് വേണം, കിസ്മിസും വേണം. ഇതൊക്കെ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുത്താൽ മതി. ഇതിനൊന്നും ഒരു പ്രത്യേകിച്ച് ഒരു കണക്കൊന്നുമില്ല. അപ്പം നമുക്കിനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഇവിടെ ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയും മതിയാകും. ഇനി ഇത് നെയ്യിൽ നിന്ന് മാറ്റാം. ഈ ബാക്കിയിരിക്കുന്ന നെയ്യിൽ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന റവ ഇട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കും. ഇതിലേക്ക് ഇനി ഈ എടുത്തു വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കാം. വറുത്ത റവ തന്നെ നമ്മൾ ഇതിനായിട്ട് വാങ്ങണം കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് ചൂടായി കിട്ടിയാൽ മതി. ശരിക്കും വളരെ എളുപ്പമാണ് നമുക്ക് ഈ റവ ലഡു തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. ഇതുപോലെ പരന്ന ഒരു ഡിഷ് എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഈ വറുത്ത റവ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടി ഇട്ട് കൊടുക്കാം. രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഏലക്കയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. മധുരം കൂടുതൽ വേണം എന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് മതിയെങ്കിൽ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ശരിക്കും ഇപ്പോൾ ഒരു ഔലോസ് പൊടിയുടെ മണമാണ് വരുന്നത് കേട്ടോ. കാരണം നല്ല വറുത്ത റവയാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ട്. അപ്പം ഈ വറുത്ത റവയാകുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു 2 മിനിറ്റ് വേണ്ട നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ വാം മിൽക്ക് എടുത്ത് വെച്ചിരിക്കുന്നതിൽ ഞാനിതൊരു 2 ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ 2 ടൈപ്പ് കളർ ഇതിലേക്ക് ചേർക്കാണ്. ഇപ്പം നിങ്ങൾക്ക് കളർ ചേർക്കണ്ടെങ്കിൽ കളർ ചേർക്കാതെ തന്നെ നമുക്ക് ഈ ലഡു തയ്യാറാക്കിയെടുക്കാം. അപ്പം ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് എന്തായാലും ഞാൻ ഇതിലേക്ക് കളർ ചേർക്കുന്നുണ്ട്. അപ്പം ഞാൻ 2 കളറാണ് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് കളർ ഇട്ട് കൊടുക്കുകയാണ്. നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിതിൽ ഉരുട്ടിയെടുത്താൽ മതി. ലെമൺ യെല്ലോ കളറും ഓറഞ്ച് റെഡ് കളറുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്.
ഇനി നമുക്ക് ഈ പാല് കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ച് ഒരു പോർഷൻ ഒന്ന് കുഴച്ചെടുക്കാം. ഇത്രയും മതിയാകും. ഏകദേശം ഇവിടെ ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പാലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്നട്ടും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു പോർഷൻ ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത് ഈ ഓറഞ്ച് റെഡ് കളർ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും ഇല്ലാതെ നമുക്ക് ഈ വാം മിൽക്ക് ഒഴിച്ച് ഇത് കുഴച്ചിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയില്ലേ, ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ കളർ ചേർക്കുന്നത്. നോർമൽ ഞാൻ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ കളറൊന്നും ചേർക്കത്തില്ല. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നല്ല ടൈറ്റ് ചെയ്ത് ഉരുട്ടിയെടുക്കണം. കണ്ടോ, നമ്മളിത് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ ഉരുട്ടുമ്പോൾ നല്ല ടൈറ്റ് ചെയ്ത് ഉരുട്ടണം. ഇത് നമ്മൾ വാം മിൽക്കല്ലേ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഉരുട്ടാൻ യാതൊരു പ്രയാസവും ഇല്ല. നല്ല ഈസി ആയിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ സാധിക്കും. ഞാനിതിൻ്റെ ഹാഫ് പോർഷൻ എടുത്തിട്ടാണ് ലെമൺ യെല്ലോ കളർ ചേർത്തത്. അതിൽ നിന്ന് എനിക്കൊരു 5 ലഡ്ഡു കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് ഓറഞ്ച് റെഡ് കളറാണ് ചേർക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ടീസ്പൂണാണ് ഇതിലേക്ക് ഒഴിച്ചത് കേട്ടോ. ഞാൻ ഇതുപോലെ തന്നെ ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂണ് മിൽക്ക് എടുത്തതാണ്. നമ്മൾ ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചു നോക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാവും എത്ര പാലാണ് ഇതിലേക്ക് വേണ്ടതെന്ന്. ഇതിലേക്ക് ഇനി വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസും ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ ടൈറ്റ് ചെയ്ത് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഈ ഇരിക്കുന്ന റവയെല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പം ഈ ഒരു അളവിൽ എനിക്ക് 10 ലഡു കിട്ടിയിട്ടുണ്ട്. അതായത് ഞാൻ 2 കളറായിട്ട് മാറ്റിയിരുന്നു. 5 യെല്ലോ കളർ ലഡുവും 5 ഓറഞ്ച് റെഡ് കളർ ലഡുവും. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ലഡു ഇവിടെ തയ്യാറായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു 3 മിനിറ്റ് മതി ഈ ലഡു ഉണ്ടാക്കാനായിട്ട്. ഞാൻ നോക്കിയതാണ്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് വിവരിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും ടൈം ആയത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന നല്ല ഒരു ലഡു ആണ്. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും മറക്കണ്ട. അതുപോലെ തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.